അളിയനാണോ പെങ്ങളാണോ എന്ന് ഞാൻ നോക്കല. കടം വാങ്ങിയ പൈസ 1,00,000 റുപ്യ ആയിട്ട് ഞായറാഴ്ച എൻ്റെ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ആരാ നിങ്ങൾക്ക് തിരിയൂ? നിങ്ങൾ ബേജാറാവണ്ടേ. നമ്മളെ മോളെ കല്യാണത്തിന് കടം വാങ്ങിയാലത് ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. നിങ്ങൾ ഒന്ന് ചായ അടിക്കും. ഈ പറയുമ്പോൾ എല്ലാ കാര്യങ്ങള് ഓൻ പറഞ്ഞു പോയത് കേട്ടില്ലേ? ചന്ദ്രേട്ടാ, അല്ല നിങ്ങളെ അളിയാനല്ലേ പോയത്? എന്തൊക്കെ ദേഷ്യം പിടിച്ചിട്ടാണല്ലോ പോയത്? എന്താ പ്രശ്നം? അത് മോളെ കല്യാണത്തിന് കുറച്ച് പൈസ കടം വാങ്ങിനെ, അത് കൊടുക്കാത്ത പ്രശ്നമാണ്. അതാണ് ഇപ്പൊ അത്ര വലിയ കാര്യം. ഇന്നെപ്പോലുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ എന്തിനാ ചന്ദ്രേട്ടങ്ങൾ വിഷമിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഗൾഫ് പോകാൻ വേണ്ടി കുറച്ച് പൈസ ഒന്ന് സഹായിച്ച ആളല്ലേ നിങ്ങള്. ആക്കെ പോട്ടെ, ഓനിപ്പോ എത്ര പൈസ കൊടുക്കാനുള്ളത്? 1,00,000 റുപ്യ. അത്രയല്ലേ ഉള്ളൂ? നിങ്ങൾ നാളെ രണ്ടാളും കൂടെ എൻ്റെ വീട്ടിലേക്ക് വരി. 1,50,000 റുപ്യ ഞാൻ തരൂ. ഓൻ്റെ കടം വീട്ടിൽ നിങ്ങൾ സമാധാനമായിട്ട് നിൽക്കി. വലിയ ഉപകാരം പറയാം. അതൊന്നും വേണ്ട ചന്ദ്രേട്ടാ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റൂല. ഉടനെ ശരി. ഞാൻ പറഞ്ഞില്ലേ ആരില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവുന്നേ. ഓൻ പഴയൊന്നും മറന്നിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ വന്ന് ചായ അടിക്കും. ചന്ദ്രേട്ടാ, ഞാനേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ മോനെ? നാളെ വരുമ്പോഴേ ഒരു 200 റുപ്യൻ്റെ സ്റ്റാമ്പ് പേപ്പറും ഒരു ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കും കയ്യിൽ വെക്കണേ. അതെന്തിനാ? അഥവാ നിങ്ങൾ മടക്കി തന്നില്ലെങ്കിലേ നിങ്ങൾ അളിയൻ വന്ന് കച്ചറ ഉണ്ടാക്കുന്നവർ എനിക്ക് അതിനുള്ള സമയം ഉണ്ടാവൂല. അതിനോണ്ടാ. പോട്ടെ, നാളെ കാണാം. ഇതിപ്പോ പിടിച്ചാലും വലുതാണ് മാളത്തില്.